കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. പെരുവട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യാം. സെയിം നമ്പർ തന്നെയാണ്. കൂടാതെ മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ താഴെയുള്ള ജോയിൻ ബട്ടൺ പ്രസ് ചെയ്ത് മെമ്പർഷിപ്പ് എടുത്ത് കാണുക. കൂടാതെ പ്ലേലിസ്റ്റുകളിലായിട്ട് 400ഓളം വീഡിയോസ് ഉണ്ട്. ആ വീഡിയോസും കാണുക. നമ്മൾ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമുള്ള മെയിൻ്റനൻസും അതുപോലെ തന്നെ ഇൻ്ററിൻ മെയിൻ്റനൻസും കൊടുക്കുമ്പോൾ അവിടെ നമ്മൾ കൊടുക്കേണ്ട ഫോർമാറ്റ് ഓഫ് അസറ്റ്സ് ലയബിലിറ്റീസ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന ആ ഒരു സീരീസിലെ അടുത്തൊരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. പാർട്ട് 4-6 വരുന്നതാണ്. അതായത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അസറ്റ്സ്, ഒരു പങ്കാളിയുടെ അസറ്റുകളുടെ മൊത്തത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതിൽ ആദ്യത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് റിയൽ എസ്റ്റേറ്റ് ആണ്. അതായത് നമുക്ക് എന്തെങ്കിലും പറമ്പുകളൊക്കെ ഉണ്ടെങ്കിൽ ആ പറമ്പിൻ്റെ ഡീറ്റെയിൽസാണ് നമുക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ അതിൽ കൊടുക്കുമ്പോൾ 4 പോയിൻ്റായിട്ടാണ് കൊടുക്കേണ്ടത്. ഒന്നാമത്തെ എന്ന് പറയുമ്പോൾ അറ്റ് ദ ടൈം ഓഫ് മാരേജ്, കല്യാണം കഴിയുന്ന സമയത്തുള്ള അസറ്റ് എത്രയാണ്. അറ്റ് ദ ടൈം ഓഫ് സെപ്പറേഷൻ നടക്കുമ്പോൾ ആ റിയൽ എസ്റ്റേറ്റിന് എന്ത് സംഭവിച്ചു. പിന്നെ പ്രസൻറ്റ്, ഇപ്പോൾ അതിൻ്റെ അവസ്ഥ എന്താണ്. കൂടാതെ പ്രസൻറ്റ് എസ്റ്റിമേറ്റഡ് മാർക്കറ്റ് വാല്യൂ, ഇപ്പോൾ അതിൻ്റെ മാർക്കറ്റ് വാല്യൂ എത്രയാണ്. ഇങ്ങനെ 4 സെക്ഷനായിട്ടാണ് ഓരോന്നും പറയണത്. അപ്പോൾ റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്നത് ലാൻഡ്, പറമ്പ് വരും. രണ്ടാമതായിട്ട് ബിൽഡപ്പ് പ്രോപ്പർട്ടീസ്, ഏതെങ്കിലും ബിൽഡിംഗ് ഉണ്ടെങ്കിൽ ആ ബിൽഡിങ്സ് റിയൽ എസ്റ്റേറ്റിൻ്റെ അസറ്റായിട്ട് കണക്കാക്കാം. ലീസ് ഹോൾഡ് പ്രോപ്പർട്ടീസ്, നമ്മൾ ഏതെങ്കിലും സംഭവങ്ങൾ വാടകയ്ക്ക്, അപ്പോൾ സ്ഥലം വാടകയ്ക്ക് കൊടുക്കാറുണ്ട്, കെട്ടിടങ്ങൾ വാടകയ്ക്ക് കൊടുക്കാറുണ്ട്, അതൊക്കെയും നമുക്ക് പറയാൻ പറ്റും. പിന്നെ നാലാമതായിട്ട് അഗ്രികൾച്ചറൽ ലാൻഡ്, ഏതെങ്കിലും പാടങ്ങളോ കൃഷി സ്ഥലങ്ങളോ ഉണ്ടെങ്കിൽ, നെൽകൃഷി ചെയ്യുന്ന സ്ഥലങ്ങളാണെങ്കിൽ പാടങ്ങൾ, അല്ലെങ്കിൽ കൃഷി സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ ആ കാര്യം. അഞ്ചാമതായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ റിയൽ എസ്റ്റേറ്റ് സച്ച് ആസ് ബുക്കിംഗ് ഓഫ് പ്ലോട്ട്സ്, ഫ്ലാറ്റ്സ് ആൻഡ് അതർ ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് ഇൻ യുവർ നെയിം ഓർ ഇൻ ജോയിൻറ്റ് നെയിംസ്. ഏതെങ്കിലും പറമ്പുകളൊക്കെ വാങ്ങുവാനായിട്ടുള്ള പൈസ നമ്മൾ കൊടുത്തിട്ടുണ്ടോ, ഫ്ലാറ്റ് മേടിക്കാനായിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടോ, പറമ്പ് മേടിക്കാനായിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടോ, ഇതെല്ലാം എന്താണ് നമ്മുടെ ഈ റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിൽ വരുന്ന പോയിന്റുകളാണ്. അപ്പം പിന്നെ അതിൽ 2-3 പോയിന്റുകളും പറയുന്നുണ്ട്. അതായത് ലിസ്റ്റ് യുവർ ഇൻട്രസ്റ്റ് ഇൻ പ്രോപ്പർട്ടീസ് ഇൻക്ലൂഡിങ് ലീസ് ഹോൾഡ് ഇൻട്രസ്റ്റ് ആൻഡ് മോർട്ട്ഗേജസ് വെദർ ഓർ നോട്ട് യു ആർ രജിസ്റ്റേർഡ് ആസ് ഓണർ. നിങ്ങളതിൻ്റെ മുതലാളി ആകണം എന്ന് നിർബന്ധമൊന്നുമില്ല, അല്ലാതെ തന്നെ നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ രേഖപ്പെടുത്തണം എന്നാണ് പറയണത്. പിന്നെ നോട്ട് 2 ആയിട്ട് പറയണത് പ്രൊവൈഡ് ലീഗൽ ഡിസ്ക്രിപ്ഷൻസ് ആൻഡ് ഇൻഡിക്കേറ്റ് എസ്റ്റിമേറ്റഡ് മാർക്കറ്റ് വാല്യൂ ഓഫ് യുവർ ഇൻട്രസ്റ്റ് വിത്തൗട്ട് ഡിഡക്റ്റിംഗ് എൻകംബറൻസ് ഓർ കോസ്റ്റ് ഓഫ് ഡിസ്പോസിഷൻ. റെക്കോർഡ് എൻകംബറൻസസ് അണ്ടർ ഡെബിറ്റ്സ് എന്നാണ് പറയുന്നത്. പ്രോപ്പർട്ടീസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടീസിൽ മാർക്കറ്റ് വാല്യൂ വെച്ചുകൊണ്ട് അത് നമ്മൾ എന്ത് ചെയ്യണം, മെൻഷൻ ചെയ്യണം എന്നുള്ളതാണ് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി ചില സാധനങ്ങൾ നമുക്ക് ജോയിൻറ്റ് പ്രോപ്പർട്ടീസ് ആയിട്ട് നമുക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ജോയിൻറ്റ് പ്രോപ്പർട്ടീസ് ആയിട്ട് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ളതൊന്ന് മനസ്സിലാക്കുക. പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് അതിൽ പറയണത്. ഒന്നാമത്തെ പോയിന്റ്, പ്രോപ്പർട്ടീസ് പ്രസൻറ്റഡ് അറ്റ് ഓർ എബൌട്ട് ദി ടൈം ഓഫ് മാരേജ് വിച്ച് ബിലോങ് ജോയിൻ്റ്ലി ടു ബോത്ത് ദി ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഗീവ് ദി സ്റ്റാറ്റസ് ഓഫ് ദെയർ പൊസഷൻ. അതായത് ഭാര്യയും, ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പ്രോപ്പർട്ടീസ് ഭർത്താവിൻ്റെ പേരിൽ മാത്രം മേടിക്കാറുണ്ട്, ഭാര്യയുടെ പേരിൽ മേടിക്കാറുണ്ട്. പക്ഷേ ഇവിടെ എങ്ങനെയാണ്, ഭാര്യയും ഭർത്താവും കൂടി ഒരുമിച്ചിട്ട് ചില സന്ദർഭങ്ങളിൽ പ്രോപ്പർട്ടീസ് മേടിക്കാറുണ്ട്. അങ്ങനെ പ്രോപ്പർട്ടീസ് മേടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രോപ്പർട്ടീസ് നമ്മൾ വിൽക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഭാര്യയ്ക്ക് കൊടുക്കാനുള്ളത് തിരിച്ചു കൊടുക്കാം. അങ്ങനെയൊക്കെയും ചെയ്തുകൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ ഗിവൺ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നാണ് ചോദിക്കുന്നത്. രണ്ടാമതായിട്ട് അതർ ജോയിൻറ്റ് പ്രോപ്പർട്ടീസ് ഓഫ് ദ പാർട്ടീസ് ഗീവ് ദി സ്റ്റാറ്റസ് ഓഫ് ദയർ പൊസഷൻ. ഇതൊന്നും കൂടാതെ, കല്യാണ സമയത്ത് കൂടാതെ വേറെ എന്തെങ്കിലും പ്രോപ്പർട്ടീസൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യണം. മൂന്നാമതായിട്ട് വെദർ എനി ലിറ്റിഗേഷൻ പെൻഡിങ് വിത്ത് റെസ്പെക്ട് ടു ദി ജോയിൻറ്റ് പ്രോപ്പർട്ടി ഈഫ് സോ ഗീവ് പെർട്ടിക്കുലേഴ്സ് എന്നാണ് പറയുന്നത്. നിങ്ങളിങ്ങനെ മേടിച്ചിട്ടുള്ള പ്രോപ്പർട്ടിയിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ തല്ലുണ്ടാക്കിയതിന് ശേഷം അതിലെന്തെങ്കിലും തരത്തിലുള്ള ലീഗൽ ഇഷ്യൂസ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ, കേസ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ കേസ് നമ്പർ, അത് ഏത് കോടതിയിലാണ് കൊടുത്തിട്ടുള്ളത്, അതിൻ്റെ ഡീറ്റെയിൽസ് മെൻഷൻ ചെയ്യണമെന്ന് പറയുന്നുണ്ട്.
അടുത്തത് ലിക്വിഡ് അസറ്റ്സ് എന്നാണ് പറയുന്നത്. ലിക്വിഡ് അസറ്റ്സ് എന്ന് പറയുമ്പോൾ ഡീറ്റെയിൽസ് ഓഫ് ഓൾ ബാങ്ക് അക്കൗണ്ട്സ് ഇൻക്ലൂഡിങ് കറൻറ്റ് സേവിങ്സ് ആൻഡ് ഡിമാറ്റ് അക്കൗണ്ട്സ് ഇൻ യുവർ നെയിം ഓർ ജോയിൻറ്റ് നെയിം ആൻഡ് ബാലൻസ് ഇൻ സെഡ് അക്കൗണ്ട്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അക്കൗണ്ട് നമ്പർ, നെയിം ഓഫ് ബാങ്ക്, കറണ്ട്, ബാലൻസ് തുടങ്ങിയവ നമ്മളതിൽ റെപ്രസെൻറ്റ് ചെയ്യണം. എന്ന് പറയുകയാണെങ്കിൽ മൂവബിൾ പ്രോപ്പർട്ടീസിനെ കുറിച്ചിട്ടാണ്. അതായത് ലിക്വിഡ് അസറ്റുകളാണ്. എത്ര രൂപ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലുണ്ട്, അത് ജോയിൻ്റ് അക്കൗണ്ട് ആണോ, സേവിങ് അക്കൗണ്ട് ആണോ, കറണ്ട് അക്കൗണ്ട് ആണോ, ഡിമാറ്റ് അക്കൗണ്ട് ആണോ. ഈ ഡിമാറ്റ് അക്കൗണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഷെയർ മാർക്കറ്റ് പോലുള്ള കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന അക്കൗണ്ടുകളെ പറയുന്ന പേരാണിത്. ഈ ഡിമാറ്റ് അക്കൗണ്ട് എന്നുള്ള പോയിന്റ് മനസ്സിലാക്കുക. പിന്നെ കയ്യിൽ എത്ര രൂപ, ക്യാഷ് ഇൻ ഹാൻഡ് എത്രയുണ്ട് എന്നുള്ളതും മെൻഷൻ ചെയ്യണം. ഇനി 64ാമത് പറയുന്നതാണ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് ഡീറ്റെയിൽസ് ഓഫ് ഓൾ ഇൻവെസ്റ്റ്മെൻറ്റ് യു ഹോൾഡ് ഓർ ഇൻ വിച്ച് യു ഹാവ് ഇൻട്രസ്റ്റ് ആൻഡ് ദയർ കറൻറ്റ് വാല്യൂ. നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം എത്രയാണ്, അതിൻ്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എത്രയാണ്, അതിൻ്റെ മൊത്തത്തിലുള്ള ഇപ്പോഴത്തെ വരുമാനം എന്നുള്ളത് മെൻഷൻ ചെയ്യണം. അതായത് FDRs, NSE, IVP, KVP, പോസ്റ്റ് ഓഫീസ് സ്കീംസ്, PPF ഇതൊക്കെയാണ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് വരിക. അതുപോലെ തന്നെ ഡെപ്പോസിറ്റ് വിത്ത് ഗവൺമെൻറ് ആൻഡ് നോൺ ഗവൺമെൻറ്